ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മീരേ, വാ. അമ്മയെ കാണുന്നില്ലല്ലോ മീരേ. സാരമില്ല ആന്റി, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഒറ്റയ്ക്ക് പോവാനോ? നല്ല കഥയായി. വേണ്ട വേണ്ട, അമ്മ വരട്ടെ. എന്തു പറ്റി? കുട്ടിയുടെ അമ്മ എത്തിയിട്ടില്ല. സമയം കഴിഞ്ഞല്ലോ. അതെ, സാധാരണ അമ്മ വൈകാറില്ല. ഇന്ന് എന്തു പറ്റിയോ എന്തോ. ദേ വരുന്നു. സോറി, അവിടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് കുഴിച്ചിട്ടത് കാരണം കറങ്ങി ചുറ്റി വരേണ്ടി വന്നു. അതാ ഞാൻ ലേറ്റ് ആയത്. അത് സാരമില്ല. വാ മോളെ. ശരി. പെട്ടെന്ന് അമ്മയെ കാണാതായപ്പോ ഞാൻ പേടിച്ചുപോയി. ഇനി കുറച്ചുകൂടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും സാരമില്ല. അല്ല, ഇന്ന് എന്തൊക്കെയാ സ്കൂളിൽ പഠിപ്പിച്ചേ? ഇംഗ്ലീഷിൽ കഥ പഠിപ്പിച്ചു, മലയാളത്തിൽ പാട്ട് പഠിപ്പിച്ചു. ആഹാ. വീട്ടിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് പഠിച്ച പാട്ട് പാടി കേൾപ്പിക്കണം കേട്ടോ. കേൾപ്പിക്കാം. അവിടെ മുത്തശ്ശി കാത്തുനിപ്പുണ്ട്, വേഗം പോവാം. ആ ബാ. മോളിരിക്കെ. ഭഗവാനെ കൃഷ്ണ രക്ഷിക്കണേ, എൻ്റെ ഭഗവാനെ. ഭഗവാനെ കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണേ. ഓം നാരായണായ നമ. ഓം നാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞോടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനായി നിന്ന പര ആചാര്യരൂപ ഹരിനാരായണായ നമ. ഭഗവാനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. രാമ 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 പാകി മാം മുകുന്ദ രാമം ചേരണേ മുകുന്ദ രാമ പാകി മാം. രാമ 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 പാകി മാം മുകുന്ദ രാമം ചേരണേ മുകുന്ദ രാമ പാകി മാം. സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ ഡൈനിങ് ടേബിളിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. ആ, ഞാൻ കണ്ടായിരുന്നു. ഹരിയേട്ട, മീര ഭയങ്കര ഉഴപ്പാട്ടോ. ഉഴപ്പോ? അതെന്താ? സന്ധ്യ ആയാൽ ഒന്നും പഠിക്കാതെ അമ്മയുടെ കൂടെ നാമവും ചൊല്ലി കഥയും കേട്ടങ്ങിരിക്കും. അതൊക്കെ നല്ല കാര്യമല്ലേ മായേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഥകളോ കവിതകളോ പുരാണങ്ങളോ ഒക്കെ മൊബൈലിൽ കാണുന്നതോ കാർട്ടൂണിൽ കാണുന്നതോ അല്ലേ അറിയൂ. അല്ലാതെ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ട് നമ്മുടെ രീതികളും സംസ്കാരങ്ങളും ഒക്കെ പഠിക്കാനും അറിയാനും അവസരം കിട്ടുന്നുണ്ടോ? ആ, എനിക്കറിയില്ല. ഇന്ന് ഹോംവർക്ക് തീർക്കാതെ കഥ കേൾക്കാൻ ഇരിക്കുകയാണെങ്കിൽ അവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നീ വെറുതെ കൊച്ചിനെ വഴക്ക് പറയാനൊന്നും പോവല്ലേ.
അവള് മിടിക്കുക. ആവശ്യത്തിനൊക്കെ അവള് പഠിക്കുന്നുണ്ട്. ഭഗവാനെ കൃഷ്ണ രക്ഷിക്കണേ. ഇനി നമുക്ക് എഴുന്നേറ്റ് അവിടെ പോയിട്ടിരിക്കാം. വാ ഇരിക്കേ. ഇനി കഥ പറ മുത്തശ്ശി. പൂതനിക്ക് മോക്ഷം കൊടുത്ത് കഥ പറയട്ടെ. അതെനിക്ക് അറിയാന്നുള്ളതാ. കണ്ണൻ പൂതനെ കൊന്നതും കണ്ണൻ ബഗാസുരനെ കൊന്നതും കാളിയനെ കൊന്നതും എല്ലാം അറിയാം. അവരെയൊന്നും കൊന്നതല്ല മോളെ, അവർക്കൊക്കെ മോക്ഷം കൊടുത്തതാ. മോക്ഷം കൊടുക്കാന്ന് പറഞ്ഞ എന്താ? അതേ, അവരുടെ ഉള്ളിലെ അഴുക്കെല്ലാം മാറ്റുക. എന്നുവെച്ചാ എല്ലാവരുടെയും മനസ്സിൽ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. അതിൽ ചീത്തയെല്ലാം ഭഗവാൻ മാറ്റിക്കളയും. അപ്പോ നല്ലത് മാത്രാവും. നല്ലത് മാത്രമായാൽ നമ്മൾ ആരായി? ആരായി? ഈശ്വരനായി. ആണോ? അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശിക്ക് മോക്ഷം കിട്ടിയതാണോ? അല്ല, പക്ഷേ മോക്ഷം കിട്ടാനാ മുത്തശ്ശി പ്രാർത്ഥിക്കണത്. അതെന്താ? മുത്തശ്ശി നല്ലതാണല്ലോ, പിന്നെന്താ മോക്ഷം കിട്ടാത്തെ? ഇത്രയൊന്നും നല്ലതായ പോരാ, മനസ്സിൽ മുഴുവൻ ഈശ്വരൻ നിറയണം. ഭഗവാനാണ് എല്ലായിടത്തും ഉള്ളതെന്ന് എപ്പോഴും അറിയാൻ പറ്റണം. ആണോ? അപ്പോ നമ്മുടെ ഉള്ളിലും ഭഗവാൻ, പുറത്തും ഭഗവാൻ. അങ്ങനെ എല്ലായിടവും ഭഗവാൻ മാത്രം. അങ്ങനെ കാണാനും അറിയാനും പറ്റുന്നത്രയും നല്ലതാവുമ്പോ നമുക്ക് മോക്ഷം കിട്ടും. അത്രേ ആവണോ അല്ലേ? എന്താ പാടാണോ? പാടാണെന്നും തോന്നുന്നുണ്ട്, എളുപ്പമാണെന്നും തോന്നുന്നുണ്ട്. മോക്ക് നല്ല എളുപ്പമായിരിക്കും. ആണോ? അതെ, മീരമോൾ എന്നും നന്നായിട്ട് പ്രാർത്ഥിച്ചാ മതി. ഭഗവാനെ കൃഷ്ണ. കൃഷ്ണ ഭഗവാനെ, എന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും എന്റെ ചുറ്റിലും എന്റെ ചുറ്റിലും ഈ ലോകം മുഴുവനും ഭഗവാൻ മാത്രമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണേ എന്റെ ഭഗവാനെ. എന്റെ ഉള്ളിൽ ഉറക്കണേ. മിടുക്കി. ഇത് ഒരു തപസ് പോലെ ആകുമ്പോ മോളുടെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞ് മോള് ബാക്കിയെല്ലാം മറക്കും കേട്ടോ. തപസ്സോ? അത് വരം കിട്ടാൻ ചെയ്യുന്നതല്ലേ? അതെ. അപ്പൊ തപസ് എന്താന്ന് പറഞ്ഞതാ മുത്തശ്ശി? അതിനി പിന്നെ പറഞ്ഞുതരാം. പറ മുത്തശ്ശി. മീര, വാ വന്നിരുന്ന് പഠിച്ചേ. ഞാൻ ബാക്കിയും കൂടി കേക്കട്ടെ അമ്മേ. നീ ഈ കഥയും കേട്ടോണ്ടിരുന്നാലേ നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റോ? മാർക്ക് വാങ്ങിക്കാൻ പറ്റോ? പരീക്ഷയ്ക്ക് മൊട്ടയെങ്ങാനും വാങ്ങിച്ചോണ്ട് വന്നാലുണ്ടല്ലോ. പോയിരുന്നു പഠിച്ചേ. ഞാൻ പഠിച്ചതാ അമ്മേ. ഇനി കിടക്കുന്നതിന് മുമ്പ് വീണ്ടും പഠിക്കും. അമ്മ എന്നെ ചുമ്മാ വഴക്ക് പറയല്ലോ കേട്ടോ. ചെല്ലേ, മോള് പോയി പഠിക്കേ. മീരേ വാ. വേണ്ട, എനിക്ക് കഥ കേട്ടാ മതി. ഡി മീരേ, സന്ധ്യക്ക് നീ എന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കരുത്. വന്നേ. താനെന്തിനാ കൊച്ചിനെ വഴക്ക് പറയുന്നത്? അവൾ അനുസരണക്കേട് കാണിക്കുന്നത് കണ്ടില്ലേ ഹരിയേട്ടാ? അവളുടെ ഇഷ്ടത്തിന് എതിര് നിന്നിട്ടല്ലേ അവള് കരഞ്ഞത്. അവള് കുറച്ചു നേരം കൂടി അമ്മയുടെ കൂടെ കഥ കേട്ടിരുന്നാൽ എന്താ കുഴപ്പം? അവള് ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അത്രയൊക്കെ പഠിച്ചാ മതി. കൊഞ്ചിച്ച് വഷളാക്കിക്കോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ കുറ്റമുള്ളൂ. അമ്മ പിണങ്ങിയെന്നാ തോന്നുന്നത്. പിണങ്ങട്ടെ. അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് അമ്മ പിണങ്ങിയത്. മോൾ അനുസരണക്കേട് കാട്ടിയിട്ടല്ലേ അമ്മ മോളെ വഴക്ക് പറഞ്ഞത്. അതിനല്ലേ അമ്മ ഇപ്പൊ വഴക്ക് കേട്ടത്. ഞാൻ പഠിച്ചോളാന്ന് പറഞ്ഞായിരുന്നല്ലോ. അച്ഛൻ അമ്മേനെ വഴക്ക് പറയണ്ടായിരുന്നു. അമ്മയ്ക്ക് സങ്കടായിട്ടുണ്ട്. അമ്മ ദേഷ്യപ്പെട്ടാ പോയത്. ഇനി ചെന്നാ അമ്മ വഴക്ക് പറയും. അത് സാരില്ല. വാ, നമുക്ക് പോയി ദേഷ്യം പിണക്കൊക്കെ മാറ്റാം. വാ അച്ഛാ. അമ്മ പിണങ്ങിയിരുന്ന ഒരു സുഖമില്ല. നമുക്ക് മാറ്റാന്നേ. മോള് ചെല്ല്, അച്ഛൻ വന്നോളാം. അമ്മേ, ഞാൻ വന്നു. ഞാൻ പഠിക്കട്ടെ. പുസ്തകം എടുത്തിട്ട് വരാം. അമ്മ പഠിപ്പിക്കോ? ഇല്ല,
വിളിച്ചപ്പോ വരണായിരുന്നു. നീ നിന്റെ അച്ഛനും കൂടി എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും ഒന്നും പറഞ്ഞില്ല. ഇല്ല, അരിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. അത് മോളെ വഴക്ക് പറയരുതെന്ന് പറഞ്ഞല്ലേ? ഇവള് പഠിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറയുന്നേ. അമ്മേ, ഞാൻ പഠിക്കുന്നുണ്ട്. ആ സംശയം ഉണ്ടെങ്കിൽ ബുക്ക് എടുത്ത് അമ്മ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയാം. അതെനിക്കറിയാം. എന്നാലും അത് പോരാ. ഒരുപാട് നന്നായി പഠിച്ച് വലിയ ആളാവണം. അത് ഞാൻ വലുതാകുമ്പോ വലിയ ആളായിക്കോളും. ആഹാ, അയ്യടി, അതെനിക്കറിയാം. എന്താമായത്? എന്ത്? മോളെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ചുമ്മാ കരഞ്ഞതാ, എനിക്ക് വേണിച്ചില്ലല്ലോ. ആ കേട്ടോ, ഞാൻ കരഞ്ഞ അച്ഛൻ വഴക്ക് പറയും. ഞാനേ വേദനിപ്പിച്ചില്ല എന്ന് എനിക്കറിയാലോ. അതല്ലേ നീ ഓവർ ആക്ട് ചെയ്തപ്പോ ഞാൻ മിണ്ടാതിരുന്നെ. ഓഹോ, അപ്പോ രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? ശരിക്കും പിച്ചുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ രണ്ടുപേർക്ക് ഞാൻ കാണിച്ചു തരാം. ആഹാ, ഇതെന്താ ഇവിടെ പിച്ചിന്നുള്ളിയും കളിക്കുവാണോ? അല്ല മേം, അല്ല, മോളെ പഠിപ്പിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അയ്യോ മുത്തശ്ശി, ഞാനിതാ പഠിക്കാൻ പോവാ. എന്നാ പിന്നെ വേഗം പഠിച്ചു. ആ, എന്നാ അച്ഛനും പൊക്കോ, ഞങ്ങള് പഠിക്കട്ടെ. ആ ഓ പോയേക്കാമേ. പൊക്കോ പൊക്കോ. എന്ന് നമുക്ക് പഠിക്കാം. പോയി ബുക്ക് എടുത്തിട്ട് വാ. देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णं प्रचोदयात्। ॐ देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णं प्रचोदयात्। ഭഗവാൻ, ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണ, എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? ഹരി, മോനെ, മോളെ, മോളെ, എന്താ ഹരി, എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? മോളൊരു സ്വപ്നം കണ്ടതാ. ആ, എന്താ മോളെ, എന്താ കണ്ടത്? എന്റെ ഉള്ളിലും എന്റെ ചുറ്റിലും, ബാക്കി എല്ലായിടത്തും മാത്രമല്ല മുത്തശ്ശി, ഭഗവാൻ കടലിലും ഉണ്ട്. കടലിലുണ്ടെന്ന് പറയുമ്പോ മോൾ എന്താ കണ്ടത്? ഭഗവാൻ കടലിലുണ്ടെന്ന് ഞാൻ കണ്ടു. എന്ത് കണ്ടു? പറ മോളെ. കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം കടലിന്റെ അടിയിൽ കിടക്കുന്ന കണ്ടു. ഭഗവാനെ, കടലിനടിയിൽ മണലിൽ കിടക്കുന്ന വിഗ്രഹം. എനിക്ക് ആ കൃഷ്ണ വിഗ്രഹം വാങ്ങിത്തരും അച്ഛാ. കൃഷ്ണ വിഗ്രഹമല്ലേ? അച്ഛൻ വാങ്ങിച്ചു തരാം. മോള് കിടക്ക്. ഉറപ്പായിട്ടും വാങ്ങിച്ചു തരും അച്ഛാ. വാങ്ങിക്കാം. വിഗ്രഹം എന്തിനാ മോളെ? അതെനിക്ക് വേണമെന്ന് തോന്നുന്നു അമ്മേ. വാങ്ങിച്ചു തരുമോ? ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും മോനെ. അച്ഛൻ നാളെ തന്നെ മോൾക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരാം. പോരെ? സന്തോഷായില്ലേ? എന്നാ മോള് കിടന്നു കേട്ടോ. മോള് കിടന്നു.
കാട്ടിലും മരത്തിലും കടലിലും ഭഗവാനെ കണ്ടു. ഇനി ബാക്കി എല്ലായിടത്തും കൂടി ഭഗവാനെ കാണിച്ചിരണേ. ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് മോക്ഷം വാങ്ങാൻ, നല്ല കുട്ടിയാവാൻ. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നല്ല കുട്ടി ആവണോ വേണ്ടയോ? നല്ല കുട്ടി ആവണം. ആ, അങ്ങനെ നല്ല കുട്ടിയാവാൻ പ്രാർത്ഥിച്ചതാ ഞാൻ. ഉം. ഭഗവാനെ കൃഷ്ണ. മീരേ, മീരേ, എന്താ അച്ഛാ? വാ വാ വാ. അച്ഛനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ? ആ, എനിക്കറിയാം എന്താന്ന്. കൃഷ്ണവിഗ്രഹം ആണോ മോനെ? ആണോ അച്ഛാ? എങ്ങനെയുണ്ട്? ഇതല്ല. ഇതാ മോളെ കൃഷ്ണ വിഗ്രഹം. ഇതല്ല. ഇതല്ല ഞാൻ സ്വപ്നം കണ്ടത്. ഇങ്ങനത്തെ വിഗ്രഹം അല്ല, അത് വേറെയാ. അച്ഛൻ കുറെ കടയിൽ കയറി ഇറങ്ങിയാ ഇത് തന്നെ കിട്ടിയത്. എനിക്ക് ഇതല്ല വേണ്ടത്. ദേ, എല്ലാ വിഗ്രഹത്തിലും ഭഗവാൻ ഒന്ന് തന്നെയാ മോളെ. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടതും വേണമെന്ന് പറഞ്ഞതും ഇതല്ല മുത്തശ്ശി. ആ, ഇനി ഇത് മതി. പിള്ളേർക്ക് ഇങ്ങനെ അഹമ്മതി കൂടിയ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഇത് വാങ്ങ. എനിക്കിത് വേണ്ട മുത്തശ്ശി. വേണ്ടെങ്കി വേണ്ട. ഇനി വിഗ്രഹം കടല് കായലെന്നും പറഞ്ഞ് വന്നേക്കരുത്. ആ, ഞാൻ കണ്ടത് ഇതല്ല. എനിക്കിത് വേണ്ട. ഓ, എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് കരയാൻ തുടങ്ങിക്കോളും. പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. മോളെ വഴക്ക് പറയാതെ മായേ. എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത് അവളെ ഇങ്ങനെ ആക്കിക്കും. മായ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? കരയാതെ മോളെ, മോള് കരയാതെ. മോൾക്കിത് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാം കേട്ടോ. ആ, ദേ, മോള് കരയണ്ടാട്ടോ. നമുക്കിതല്ലെങ്കിലേ വേറെ വാങ്ങാം. ഹരിയേട്ടാ, മോള് കരയോ? വിഗ്രഹം അവൾ ആഗ്രഹിച്ചതല്ല ഞാൻ കൊണ്ടുവന്നെന്ന് അറിഞ്ഞപ്പോഴേ മീരയ്ക്ക് സങ്കടമായി. അതിന്റെ കൂടെ താനിങ്ങനെ വഴക്ക് പറയണ്ടായിരുന്നു. ഈ ജോലി തിരക്കിനിടയിലും ഹരിയേട്ടൻ സമയം ഉണ്ടാക്കിയിട്ടല്ലേ ആ വിഗ്രഹം വാങ്ങിച്ചത്. അപ്പോ മീര അങ്ങനെ വാശി കാണിച്ചാ പിന്നെ ദേഷ്യം വരില്ലേ? അവള് കുഞ്ഞല്ലേ മായേ, അതൊന്നും അവൾക്ക് അറിയില്ലല്ലോ. ആ വിഗ്രഹം തിരിച്ചു കൊടുത്തിട്ട് വേറെ മാറ്റി വാങ്ങിക്കാൻ പറ്റുമോ ഹരിയേട്ടാ? ഇല്ല, ഇനി വേറെ വാങ്ങിക്കാന്ന് വെച്ചാൽ തന്നെ മോളുടെ മനസ്സിലുള്ളത് നമുക്കെങ്ങനെയാ മനസ്സിലാവുക? പിന്നെ നീ മോളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടലേ മായേ. അവള് കരയുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏങ്ങലടിക്കുന്ന കാണുമ്പോ പേടി തോന്നും. എന്തിനു പേടി? അത് 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 പേടിയല്ല, എന്തോ പോലെ നെഞ്ചിലൊരു വല്ലായ്മ. അതാ. അവളെ വിഷമിപ്പിക്കണ്ട. അത് ഹരിയേട്ടന് അവളോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. ഞാൻ അവളെ മനഃപൂർവ്വം വഴക്കുറയുന്നല്ലോ. അയ്യോ ഇല്ല, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. പോരെ. പിന്നെ നമ്മള് മീരയുടെ പേരിൽ തുടങ്ങിയ ഇൻഷുറൻസിന്റെ പ്രീമിയം ഈ മാസം അടയ്ക്കണം.
ആ അതിനുള്ള പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അയ്യോ, അപ്പൊ അത് അടയ്ക്കാൻ പറ്റില്ലേ? നോക്കാം. നമ്മൾ അവൾക്ക് വേണ്ടി ആകെ സമ്പാദിക്കുന്നത് അതായിരുന്നു. മീര +2 കഴിഞ്ഞ് ഏതെങ്കിലും നല്ല കോഴ്സിന് ചേർന്ന് പഠിക്കണമെങ്കിൽ ആ പണം ഉപകാരമാവുമല്ലോ എന്ന് ഓർത്താ ഞാനിരുന്നത്. അതടയ്ക്കാം. അടുത്ത മാസം വരെ സമയം നീട്ടിക്കിട്ടും. അതിന് ചെറിയൊരു പലിശ കൊടുക്കണമെന്നേ ഉള്ളൂ. മോള് സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ. ഞാൻ പകൽ ഇവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. എനിക്ക് പറ്റുന്ന ഏതെങ്കിലും ചെറിയൊരു ജോലിക്ക് ഞാനും പോവാം. ഹരിയേട്ടന് അതൊരു സഹായം ആവുമായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മോൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അതൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു സങ്കടമുണ്ട്. മീര ആഗ്രഹിക്കുന്ന വിഗ്രഹം എങ്ങനത്തെയാണെന്ന് അറിയാൻ പറ്റിയാൽ അങ്ങനത്തെ ഒന്ന് കിട്ടുമോ നോക്കാം. എന്നാ ഹരിയേട്ടൻ വേഗം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം.